ഹായ് ഓൾ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയാണ്, അൽഹംദുലില്ലാ എനിക്കിപ്പോൾ റാഹത്തായിട്ട് വരുന്നുണ്ട്. എനിക്ക് വേണ്ടി ഉയർത്തിയ കൈകൾ ഒരിക്കലും തളരാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ശനിയാഴ്ചത്തെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ജ്യേഷ്ഠൻ്റെ വീട് വാർപ്പ് നടത്തുന്നതും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണാം. അതിനു മുന്നേ ഈ വോയിസ് ഒന്ന് കേട്ടോക്കാം. മോളെ, ഞങ്ങളതും അഞ്ചേക പവനും കൊണ്ടാണ് അവൻ പോയിരിക്കുന്നത്. എന്നെയല്ല പറ്റിച്ചത്, എൻ്റെ ഹസ്ബൻഡിൻ്റെ കടയിൽ അവൻ ഡ്രൈവറായി ജോലി ചെയ്യുന്നതായിരുന്നു. ഞാൻ അവൻ്റെ ഫോട്ടോസ് ഇടാം. അവൻ്റെ ഫോട്ടോസ് യൂട്യൂബിൽ ഷെയർ ചെയ്യുമോ? കാരണം എന്നെ മാത്രമല്ല പറ്റിച്ചിരിക്കണേ, ഞങ്ങളെ കടയിലെ ഒരു 3-4 ആൾക്കാരെയാണ് പറ്റിച്ചിരിക്കുന്നത്. വേറൊരു പാവപ്പെട്ട 2 സ്ത്രീ ഉണ്ടായിരുന്നു. അവരുടെയും 10-12 പവന് അവരതും പറ്റിച്ചിട്ടുണ്ട്. പക്ഷെ അവർ പറ്റിച്ചപ്പോൾ അവരൊന്നും പറഞ്ഞില്ല. അതിന് ശേഷമാണ് ഞങ്ങൾ കൊടുത്തത്. അവൻ്റെ അങ്ങനത്തെ വാചകടിയിൽ വീണ് പോയി എൻ്റെ ഹസ്ബൻഡ്. ഞങ്ങൾ അവനെ കിട്ടാൻ വേണ്ടിയിട്ട് അവൻ്റെ ഫോട്ടോസ് എല്ലാം ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫേസ്ബുക്കിലും ഒക്കെ. പിന്നെ നല്ല റീച്ചുള്ള യൂട്യൂബിലും കൊടുക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഞങ്ങൾ. ആ വോയിസ് എല്ലാവരും കേട്ടില്ലേ? അപ്പോൾ അതെന്താന്ന് വിഷയം എന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഇതിൻ്റെ ഇടയിൽ കൂടിയായിട്ട് ഞാൻ രാവിലെ തന്നെ എണീറ്റ് വന്നിട്ട് ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ചിട്ടുണ്ട്. പിന്നെ നാസ്തക്കുള്ള പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഒരു മൊഞ്ച് കണ്ടപ്പം വാങ്ങിയതാണ്. ആരാണ് ഇതിൽ വീഴാതിരിക്കൽ? പക്ഷേ ഭയങ്കര ചവർപ്പ്, തിന്നാൻ വേണ്ടി പറ്റുന്നില്ല. അതിങ്ങനെ കണ്ടിട്ട് ആസ്വദിക്കാന്നേലും. പിന്നെ ഇതാ ഞാൻ ബീഫൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ചെറിയ ജീരകവും വലിയ ജീരകവും ഒക്കെ ഇട്ട് പൊട്ടിയതിന് ശേഷം അതിലേക്ക് കുരുമുളക് പൊടി, ഗരം മസാല, ബീഫ് മസാല, പിന്നെ കസൂരി മെത്തി ഇതൊക്കെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അതൊക്കെ നല്ല പോലെ മൂത്ത് വരുമ്പോൾ അതിലേക്ക് ബീഫും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഉള്ളി, തക്കാളി, ഇഞ്ചി, പച്ചമുളക് ഇതൊക്കെ ഇട്ടിട്ട് വേവിച്ചതാണ്. അത് വന്നതിന് ശേഷം നമ്മുടെ മസാലക്കൂട്ടിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് മല്ലിയില കൂടി ഇട്ടിട്ട് അതൊന്ന് ഒരു 10 മിനിറ്റ് തിളപ്പിച്ചെടുത്താൽ കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതാ ഉച്ചക്ക് വാർപ്പുണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതിനേക്കുള്ള ഉച്ചക്കേക്ക് ബിരിയാണി ഒക്കെ ഉണ്ട്. ചിക്കനാണ്, അതൊക്കെ കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ നെയ്പ്പത്തിരി ഉണ്ടാക്കുന്നുണ്ട്. പുഴുങ്ങലരിയും പച്ചരിയും ഒക്കെ ചേർത്തിട്ടും ഗ്രൈൻഡറിൽ അരച്ചെടുത്ത നെയ്പ്പത്തിരിയാണ്. ഇതാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്പ്പത്തിരി. അപ്പോൾ അടിപൊളിയായിട്ട് അതും പൊങ്ങി വന്ന് നല്ല സെറ്റായി കിട്ടുന്നുണ്ട്. അപ്പം നെയ്പ്പത്തിരി ചുടുന്ന പണിയും തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ നേരത്തെ കേട്ട വോയിസ് എന്താന്ന് വെച്ചാൽ, മിനിയാന്ന് ഞാൻ വീഡിയോ ഇട്ടപ്പം ഒരു താത്ത ഇവിടെ വന്നിട്ട് ഇങ്ങനെ സ്വർണം പോയ കാര്യമൊക്കെ പറഞ്ഞ് അവർ സ്റ്റേഷനിലേക്ക് പോയതാന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ഇവർ അതേ അനുഭവം ഉള്ളവരാണ്. അപ്പോൾ അവരുടെ അടുത്തുനിന്ന് കൊണ്ടുപോയവർ തന്നെയാണോ ഇവരുടെ അടുത്തുനിന്നും കൊണ്ടുപോയതെന്ന് അറിയാനാണ് അവരൊരു ഗ്രൂപ്പൊക്കെ ആക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ താത്താൻ്റെ നമ്പർ തരുമോ എന്ന് ചോദിച്ചിട്ടാണ് എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ എനിക്ക് അവരെ നമ്പറോ കാര്യങ്ങളോ ഒന്നും അറിയില്ല. ഞാൻ ആദ്യമായിട്ട് അവരെ കണ്ടതാണ്, ഇവിടെ ആദ്യമായിട്ട് അവർ വന്നതാണ്. അതുകൊണ്ട് പിന്നെ എൻ്റെ വീഡിയോ അവർ കാണുന്നുണ്ടെങ്കിൽ, ബീർച്ചേരിയിൽ നിന്ന് വന്ന ആ സ്ത്രീ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ നമ്പറിലേക്കൊരു പിന്നെ മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ ആ നമ്പറിലേക്ക് വിളിക്കുകയോ എന്തെങ്കിലും ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഞാൻ അവരെ നമ്പർ തന്നാൽ നിങ്ങൾ രണ്ടാളും കോണ്ടാക്ട് ചെയ്യുമല്ലോ. അത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാനിവിടെ വോയിസ് കൊടുത്തത്. കാരണം എന്ന് വെച്ചാൽ ഇവരെ പറ്റിച്ച ആളിൻ്റെ ഫോട്ടോസും കുടുംബ ഫോട്ടോസും ഒക്കെ എൻ്റെ കയ്യിലേക്ക് അവർ അയച്ചിട്ടുണ്ട്. അത് യൂട്യൂബിൽ ഇടണം എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേങ്കിൽ എനിക്കങ്ങനെ ഇടാൻ വേണ്ടി പറ്റൂല. കാരണം ഈ ബീർച്ചേരിയിൽ അവരെ പറ്റിച്ചതും രണ്ടും ഒരാൾ തന്നെയാണെന്നൊന്നും എനിക്കറിയില്ല. ഇതിൽ ഇടപെടാനുള്ള ഇതും എനിക്കില്ല. അതുകൊണ്ട് മാത്രമാണ് ആ വീഡിയോ ഫോട്ടോസൊന്നും ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യാത്തത്. നിങ്ങൾ 2 പേരും തമ്മിൽ തന്നെ അത് അവരാണെന്ന് ഉറപ്പ് വരുത്തുക. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം എൻ്റെ വീഡിയോ ബീർച്ചേരിയിൽ അവർ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് ഹായ് അയക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ ഈ എറണാകുളത്തില്ല ഇവരെ നമ്പർ ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടാൾക്കും കോണ്ടാക്ട് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് പരിചയപ്പെട്ടിട്ട് അത് രണ്ടും ഒന്നാണെന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ അതിനു വേണ്ടി മാത്രമാണ് കേട്ടോ ഇത് ഇവിടെ പറഞ്ഞത്. അതിൻ്റെ ഇടയിൽ ഇതാ നമ്മുടെ ചിക്കൻ കഴുകലും വാഷിലിടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ ചവർക്കുന്നതെന്ന് പറഞ്ഞാൽ ഈത്തപ്പഴമില്ല, അത് സിർക്കയിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പോൾ അത് അനിയത്തിൻ്റെ മോനെടുത്ത് തിന്നിട്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ട് എന്ന് പറയുന്നതാണ്. ഇട്ടപ്പാട് തന്നെ ഉപ്പൊന്നും പിടിക്കൂലല്ലോ, എന്നാലെങ്കിലും തിന്നാൻ പറ്റുമോ നോക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ നെയ്പ്പത്തിരിയും ചൂട് ബീഫ് കറിയും കൂട്ടിയിട്ട് തിന്നുന്നുണ്ട്. വെള്ളിയാഴ്ച ഉച്ചവരെ ഒന്നും കഴിയുന്നുണ്ടായിട്ടില്ല. പിന്നെ ഉച്ചക്കൊരു കുടിയൂടലുണ്ടായിനി. ഞാൻ വരുന്നില്ല
പോകൂലെന്ന് തന്നെ പറഞ്ഞതാണ് അനിയത്തിനോട്. അളയപ്പൻ്റെ മോൻ്റെ കുടിവിടലാന്ന്, പോകാണ്ടിരിക്കാനും പറ്റൂല. എന്നിട്ട് ഓള് നിർബന്ധിച്ചിട്ട് ഓള് പറഞ്ഞ് അങ്ങനെ കടന്നാലാന്ന് രോഗം കൂടുതലെന്ന് പറഞ്ഞിട്ട് എന്നെ കൂട്ടിയിട്ട് പോയി. അവിടെ എത്തിയിട്ടാകുമ്പോൾ അൽഹംദുലില്ലാ എല്ലാവരെയും കണ്ടപ്പോൾ തന്നെ തടിക്കൊരു റാഹത്തില്ല പോലെ തോന്നി. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നപ്പോൾ എൻ്റെ ഫ്രണ്ട്, എൻ്റെ കൂടെയുള്ള ഫ്രണ്ട് എന്നോട് പിന്നെ ആലിയാന്ന് ഇങ്ങനെ വിളിക്കുമ്പോൾ എൻ്റെ നേരെ ഓപ്പോസിറ്റിൽ ഓളോട് ചോദിക്കുന്നത്, പിന്നെ ഓളാണോ യൂട്യൂബിൽ വ്ളോഗ് ചെയ്യുന്ന അപ്പമൊക്കെ ചുട്ടിട്ട് വ്ളോഗ് ചെയ്യുന്ന ആൾ ആലിയാന്ന്. അപ്പോൾ പറഞ്ഞു അങ്ങനെ ആൾക്കാരൊക്കെ തിരിച്ചറിയാൻ തുടങ്ങി എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അവരെന്നെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിച്ചിട്ടുമുണ്ട് എന്ന് പറഞ്ഞ് ഒരുപാട് കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിനി. പിന്നെ വീഡിയോൻ്റെ അടിയിൽ കമൻസ് ഇട്ടിനി കാണണം ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നൊക്കെ. അപ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമായി എന്നെ കണ്ടതുകൊണ്ട്. പിന്നെ അങ്ങനെ അവരെയൊക്കെ കണ്ട് അവിടെ നിന്നൊക്കെ വന്നിട്ട് പിന്നെയും ഞാൻ ഉദുമയിലൊക്കെ വണ്ടിയിൽ പോകുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പിറ്റേന്ന് ഇതാ ഞാൻ രാവിലെ പിന്നെ നാസ്തയൊക്കെ കഴിച്ചതിന് ശേഷം ആദ്യം വല്ലാണ്ട് ഒരു ക്ഷീണം തന്നെ. പിന്നെ ഞാനിതാ പിന്നെ അനിയത്തിൻ്റെ മോനോട് പറഞ്ഞു, ഇന്നത്തെ വാർപ്പിൻ്റെയും കാര്യങ്ങളൊക്കെ വീഡിയോ നീ എടുക്കണം എന്നിട്ട് ഫോൺ കൊടുത്തു. അതിൻ്റെ പുകിലാണ് നീ കാണുന്നത്. ഓന് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് പള്ളീൻ്റെ അടുത്തേക്ക് പോയത് വരെ വീഡിയോ എടുത്തിട്ടുണ്ട്. നാരങ്ങ വാങ്ങാൻ പീടിയിൽ പോയതും ഒന്നും ഒഴിവാക്കിയിട്ടില്ല, എല്ലാം വീഡിയോയിൽ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അവന് കഷ്ടപ്പെട്ട് എടുത്തതല്ലേ എന്ന് വെച്ചത് അതൊക്കെ ഇതിൽ ആഡാക്കിയിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ കയ്യാണ്ട് ഇങ്ങനെ ഒരു മൂലക്ക് കിടന്നാൽ രോഗം കൂടിയാലും ചെയ്യും. അപ്പോൾ എനിക്ക് യാത്ര ചെയ്യുമ്പം ഒരു രോഗം ഉണ്ടാവില്ല. എൻ്റെ പ്രശ്നം ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കണം എന്ന് തോന്നുന്നു. പിന്നെ യാത്രയൊക്കെ ചെയ്താൽ നല്ല തന്നെ ഒരു പ്രശ്നമില്ല. വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ തടിക്കൊന്നും ഒരു റാഹത്തുമില്ല. പിന്നെ ഇതാ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി തന്നിട്ടുണ്ട്. അതിൽ ഉപ്പും മുളകൊക്കെ പെരക്കി വെക്കാം. പിന്നെ ചിക്കൻ ബിരിയാണി പൊരിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചിക്കനൊക്കെ പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒക്കെ പെരക്കി അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ കടയിൽ നിന്ന് സാധനം കൊണ്ടുവന്ന് അതൊക്കെ ഒന്ന് അവിടെ നിരത്തി ഇടുന്നുണ്ട്. പിന്നെ എന്തൊക്കെ ഇല്ലെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാം റെഡിയാക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഇതാ ജ്യേഷ്ഠൻ്റെ വൈഫ് ഉള്ളിയൊക്കെ മുറിച്ചെടുക്കുന്നുണ്ട്. പിന്നെ പുറത്തൊരു പൈനാപ്പിൾ പിടിച്ചിട്ടുണ്ട്. പൈനാപ്പിൾ പിടിച്ചതിൻ്റെ കോലം നോക്കറോ. പിന്നെ ഇതാ പപ്പായൊക്കെ പഴുത്തിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ പറിച്ച് അതിൻ്റെ ഇടയിൽ പിന്നെ പൈനാപ്പിളിന് ഇതാ കുറേ ഇതുപോലെ പ്രകൃതിയുടെ വികൃതി എന്നറിയില്ലേ, അതന്നെ ഇത് ശരിക്കും നിറയെ വന്നിട്ടുണ്ട്. ഒരു പൈനാപ്പിളിനെ കൊണ്ട് നമുക്ക് 1000 പൈനാപ്പിൾ ഉണ്ടാക്കാം. 7-8 തണ്ടാൻ മറ്റേ നിന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ അവിടെ ഇതാക്കിയിട്ടുണ്ട്. അത് പൊക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം പിന്നെ അതങ്ങനെ പറിച്ചിട്ട് അതവിടെ വെച്ചിട്ടുണ്ട്. ഇതാ പപ്പായും പൈനാപ്പിളൊക്കെ. പിന്നെ ഇതാ രാവിലെ നാസ്തക്ക് പണിക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാ കടലക്കറിയും ഒക്കെ റെഡി ആയിട്ട്, ചായയൊക്കെ റെഡി ആയിട്ടുണ്ട്. ബീഫൊന്നും അങ്ങനെ ആരും കൂട്ടൂലല്ലോ. അപ്പോൾ പിന്നെ കടലക്കറിയും പൊറോട്ടയാണ്. പൊറോട്ട പിന്നെ വാങ്ങിയത് നമ്മളെ തടിക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഹോട്ടൽ തന്നെയല്ലേ ആശ്രയം. പിന്നെന്താക്കൽ, പിന്നെ ഇതാ വലിയ ഉരുളി വെച്ചിട്ട് വേഗം ഫ്രൈ ചെയ്ത് കഴിയാൻ വേണ്ടിയിട്ട് ഇതാ വലിയ ഉരുളി തന്നെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ചിക്കനൊക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അനിയത്തിയൊക്കെ വെക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാനിതാ പിന്നെ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. ഞാൻ മോനെയും കൂട്ടിയിട്ട് വേഗം പോയി 1.5 മണിക്കൂർ അതിൻ്റെ റിപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ വേഗം ബ്ലഡ് കൊടുത്തിട്ട് വന്നാൽ പിന്നെ വൈകുന്നേരം ഡോക്ടറെ ടോക്കണൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം പോകുമ്പോൾ വാങ്ങിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഇടയിലെ കൂടെ മോനെയും കൂടെ കൂട്ടിയിട്ട് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ രംഗമാണ് ഈ കാണുന്നത്. അങ്ങനെ അതൊക്കെ അവിടെ കൊടുത്തതിന് ശേഷം വേഗം വീട്ടിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. വരുമ്പോഴേക്ക് ഇതാ ആങ്ങളെ പിന്നെ മോരും വെള്ളമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പണിക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരു ബക്കറ്റിൽ മോരും വെള്ളമൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ഞാൻ വരുമ്പോൾ തന്നെ ഇതാ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മസാല ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്ത് അവിടെ നിന്നിട്ട് മെല്ലെ ഉണ്ടാക്കിയെടുത്ത് അതിൻ്റെ ഇടയിൽ ഇതാ അതിനത്തിനും മുമ്പ് പോയിട്ട് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. പിന്നെ വാർപ്പിൻ്റെ ഒക്കെ ഇതാന്നിട്ട് എൻ്റെ ജ്യേഷ്ഠന്. അപ്പോൾ ഓന് അതിന് പോസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ അവൻ്റെ വാർപ്പ് ഏകദേശം സെറ്റായി കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ബിരിയാണിയും റെഡി ആയി കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഉള്ളിയൊക്കെ നല്ലോണം വഴഞ്ഞ് വരുമ്പോൾ അതിലേക്ക് മസാലപ്പൊടികളും തക്കാളിയും ഒക്കെ ചേർത്തിട്ട് നല്ല പണ്ടത്തെ സ്റ്റൈലിൽ ഉരുളിയിൽ വെച്ച ബിരിയാണിയാണ്. നല്ല ടേസ്റ്റും ഉണ്ടാവും. അങ്ങനെ നമ്മുടെ മസാലയൊക്കെ ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും ഇട്ട് കൊടുത്ത് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതാ അടിപൊളി മസാല റെഡി ആയിട്ടുണ്ട്, ചിക്കൻ മസാല. ഇനി നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാം. അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ഇറക്കി വെക്കണം. പിന്നെ മസാലയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. പിന്നെ ഇത് അതൊക്കെ ഇറക്കി വെച്ചതിന് ശേഷം ഒരു വലിയ വട്ട ഞാൻ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്.
പിന്നെ ചമ്പ് നാന്തെന്നൊക്കെ പറയും തോന്നുന്നു. നമ്മളിവിടെ വട്ടയെന്നാണ് കേട്ടോ പറയൽ. പിന്നെ നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് പറയില്ലെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. വട്ടയിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ഉള്ളി മുറിച്ചതിട്ടിട്ട് നല്ലപോലെ ഒന്ന് മൊരിഞ്ഞതിന് ശേഷം അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഇട്ടിട്ട് അതും നല്ലപോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ എല്ലാം ഒന്ന് കോരി മാറ്റുന്നുണ്ട്. പിന്നെ അതേ പാത്രത്തിലേക്ക് നെയ്ച്ചോറിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് 4 കിലോ അരിയാണ് കേട്ടോ വെക്കുന്നത്. നമ്മൾ വിറകടുപ്പ് തന്നെയാണ് ബിരിയാണി ഓതന്റിക് ആയിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണ്. നമ്മൾ വോയിസ് ഓവർ ചെയ്യുന്ന ഇതാ ഇതിപ്പം നിങ്ങൾക്ക് കളർ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിങ്ങനെ ചളിയും നല്ല വെള്ളം തന്നെ ഇവിടെ കിട്ടുന്നത്. അത് നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്താണ്, ഒനിയൻ ഫ്രൈ ചെയ്തത്. ഇത് ഫ്രൈ ചെയ്തതുകൊണ്ട് അങ്ങനെ കളർ അങ്ങനെ വരുന്നത് ഗൈസ്. ഇതാണ് ഗൈസ്. ഇതാ നമ്മളെ തീ ഇങ്ങനെ നല്ല ഉഷാറായിട്ട് നല്ല ഉജ്ജ്വലമായിട്ട് കത്തുന്നുണ്ട്. എവിടെ പോയാലും എൻ്റെ അവസ്ഥ ഇതാണ് ഗൈസ്. ഊക്ക് വാങ്ങാനായിട്ടൊരു ജന്മം. എൻ്റെ ഏട്ടൻ, സ്വന്തം ഏട്ടൻ എന്നെ ഇങ്ങനെ ഊക്കി വിടുകയാണ്. പിന്നെ യൂട്യൂബ് തുടങ്ങി. പിന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയാൽ അവിടുന്ന് അനിയൻ, ഇവിടെ എത്തിയാൽ ഇവിടുന്ന് ഏട്ടൻ, എല്ലാവരും എന്നെ ഊക്കി ഞാനൊരു ഊക്കിയായി. എല്ലാവരും പൂക്കിയല്ലാന്ന്, ഞാൻ ഊക്കിയാന്നാന്ന്. അങ്ങനെ ഇതാ നമ്മുടെ നെയ്ച്ചോറും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിട്ട് കൊടുക്കണം. ഞാൻ ഉരുളിയിലേക്ക് തന്നെയാണ് ദമ്മിട്ട് കൊടുക്കുന്നത്. പകുതി ചോറ് ഇട്ട് കൊടുത്ത് പിന്നെ ഇതാ നമ്മുടെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഉള്ളിയൊക്കെ ഇട്ട് പിന്നെ മല്ലിച്ചപ്പും കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ചോറും കൂടി അതിൻ്റെ മുകളിൽ നല്ല പോലെ ഒന്ന് നിരത്തി അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി കയ്യിൽ വെച്ചിട്ട് എല്ലാം ഞാൻ നിരത്തി ഒന്ന് ലെവലാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉള്ളിയും ഒക്കെ നല്ല പോലെ ഒന്ന് നിരത്തി അങ്ങ് ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലയും കൂടിയിട്ട് ഇട്ട് കൊടുത്താൽ നമ്മുടെ ചോറ് സെറ്റായിട്ട് വരും. അപ്പോൾ അങ്ങനെ എല്ലാം ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിന് വലിയ മൂടിയൊന്നും എൻ്റെ അടുത്തില്ല. അതുകൊണ്ട് ഞാൻ വാഴൻ്റെ ഇല 2 പീസ് മുറിച്ച് കൊണ്ടുവന്നിട്ട് അത് മൂടി കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വാഴൻ്റെ ഇലയൊക്കെ അതിൻ്റെ മുകളിൽ വെച്ചുകൊടുത്തതിന് ശേഷം ഒരു മൂടി, വെറുതെ ചെറിയ മൂടിയാണ്, ആ മൂടി ഞാൻ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് അമർത്തി അടച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഞാൻ നെയ്ച്ചോറ് വെച്ച വട്ട എണ്ണ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ജസ്റ്റ് വെറുതെ ഒന്ന് വെച്ച് കൊടുത്ത് കനലിൽ ഒരു അരമണിക്കൂർ അവിടെ വെച്ചിട്ടുണ്ട്. അരമണിക്കൂറിന് ശേഷം ഞങ്ങൾക്കൊക്കെ വിശന്നിട്ടുണ്ട്, കുട്ടികൾക്കും എല്ലാവർക്കും വിശന്നിട്ടുണ്ട്. പിന്നെ ജ്യേഷ്ഠൻ്റെ വൈഫിൻ്റെ വീട്ടിൽ നിന്ന് അവർ ഉമ്മാവും അനിയത്തിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വിശന്ന് 3 മണിയായിട്ടുണ്ട്. ഇതൊക്കെ ആകുമ്പോൾ തന്നെ കുറേ ലേറ്റായിട്ട് തുടങ്ങിയോണ്ട് 12 മണിക്കാണ് അവർ പണിക്കാരൊക്കെ നാസ്ത കഴിച്ചത്. അതുകൊണ്ട് തന്നെ ചോറ് ഉണ്ടാക്കാനും ഒരുപാട് വൈകിയിട്ടുണ്ട്. അങ്ങനെ ദമ്മൊക്കെ പൊട്ടിച്ചിട്ട് ചോറ് ഒരു പാത്രത്തിലേക്ക് വിളമ്പുക എന്ന് ആദ്യം ഞാൻ പ്ലെയിൻ ചോറ് ഒരു സൈഡിലേക്ക് വിളമ്പി, എന്നിട്ട് തന്നെ ബാക്കിയുള്ളതൊക്കെ വിളമ്പാന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ആദ്യം മാറ്റി പ്ലേറ്റ് എടുത്തിട്ട് ഉള്ളിലേക്ക് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വിളമ്പിയെടുക്കുകയെന്ന് എല്ലാവരും ഒന്ന് ഇരുത്തിയിട്ട് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച്. പിന്നെ വാർപ്പുകാർക്ക് അവർ കഴിയുമ്പോൾ തന്നെ ഒരുപാട് ടൈമാവും, 4 മണിയായിട്ടുണ്ട് ഇനി കഴിയുമ്പോൾ. അതുകൊണ്ട് പിന്നെ എല്ലാവരും കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാ ചോറൊക്കെ ഞാൻ മീത്തുനിന്ന് ആ നെയ്ച്ചോറ് വെച്ച വട്ടയിലേക്ക് തന്നെ ഒന്ന് മാറ്റുന്നുണ്ട്. അപ്പോൾ മസാലയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാകുമല്ലോ. അതുകൊണ്ട് ഞാൻ എല്ലാം ആദ്യമേ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. അങ്ങനെ മസാല തട്ടാത്ത ചോറൊക്കെ ഞാൻ അതിലേക്ക് മാറ്റിയതിന് ശേഷം എല്ലാം ഒരുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ നെയ്യും ഇതൊക്കെ ഒരുപോലെ എല്ലായിടത്തും ആകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എല്ലാം ഒരുപോലെ ഇതാ ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതെല്ലാം വിളമ്പിയിട്ട് ടേബിൾമ കൊണ്ട് വെച്ചിട്ടുണ്ട്. ബീഫുണ്ട്, നെയ്പ്പത്തിലുണ്ട്, പൊറോട്ടയുണ്ട്, ബിരിയാണി ഉണ്ട്. അങ്ങനെ ഇതാ വാർപ്പിൻ്റെ തക്കാരെന്ന് അറിയാം ഇതിനെ. അങ്ങനെ എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് ടേബിൾമ കൊണ്ടുവച്ച് അങ്ങനെ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഫുഡും കഴിച്ചിട്ടുണ്ട്. പിന്നെ 4 മണിക്കാണ് വാർപ്പ് കഴിഞ്ഞത്. അതിനുശേഷം അവർക്കുള്ളതും എല്ലാം ടേബിൾമ വിളമ്പി വെച്ച് അവർക്കും കൊടുത്തതിന് ശേഷം ഞങ്ങൾ വേഗം ഹോസ്പിറ്റലിലേക്ക് പോയി. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ശനിയാഴ്ചത്തെ വിശേഷങ്ങൾ. അപ്പോൾ പുതിയ റെസിപ്പികളും പുതിയ വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ.